Hi guys, welcome to my day 2 of daily workout series. എപ്പോഴത്തെയും പോലെ രാവിലെ എണീച്ചതിന് ശേഷം പ്രഭാത കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുറച്ച് വെള്ളം കുടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രൗണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കി. പിന്നെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമുക്കൊരു റിക്കവറി ഡേ ആണ്. റിക്കവറി ഡേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാമപ്പും സ്ട്രെച്ചിങ്ങും ഉണ്ടാവും. ഇന്നിപ്പോൾ റിക്കവറി ഡേ ആവാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നല്ല രീതിക്ക് ലെഗ് വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ മോർണിംഗ് സെക്ഷനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റണ്ണിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ലെഗൊക്കെ നല്ല രീതിക്ക് ഇതായിട്ടുണ്ടാവും. ലെഗിലെ മസിൽസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും ഇന്നലത്തെ ലെഗ് വർക്കൗട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു റിക്കവറിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സ്ലോ റണ്ണും, അതായത് വാമപ്പും അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രെച്ചിങ്ങും, ഇത് രണ്ടിനോട് നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒരു സ്ലോ റണ്ണ്, ഒരു 10 റൗണ്ട് ഓടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗ്രൗണ്ട് എത്തുമ്പോൾ തന്നെ ഫുട്ബോൾ ക്യാമ്പിലെ പിള്ളേർ ഓടുണ്ടായിരുന്നു. ആക്ച്വലി ഇതെന്താ ഇവർ ഇത്ര നേരത്തെ ഓടുന്നത് ഞാൻ വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകിയതാണ്. 6:30 എത്തണം, ഞാൻ ഇന്ന് 7 മണിക്കാണ് എത്തിയത്. നല്ല രീതിക്ക് തന്നെ ലേറ്റ് ആയി. ഒന്നുമല്ല, ഉറക്കത്തിൽ പൊട്ടുപോയി. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തൊക്കെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഉറക്കത്തിൽ പെടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വരിക. ഉറക്കത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഞാൻ റെസ്റ്റ് എടുക്കലോ പരിപാടിയൊന്നും ചെയ്തില്ല, ഞാൻ ഗ്രൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യുക. നിങ്ങൾ ഉറക്കത്തിൽ പെട്ടു അല്ലെങ്കിൽ ഇത്ര സമയം ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഇത്ര സമയം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരിക. ഓക്കെ, അപ്പം നമ്മൾ സമയം കളയുന്നില്ല, വേഗം തന്നെ വാമപ്പിലോട്ട് കടന്നു. ഗ്രൗണ്ടിൽ എത്തിയതും വേഗം തന്നെ വാമപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വാമപ്പ് ചെയ്തു. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ഡേയ്സിൽ ഈ സാധനങ്ങൾ നല്ല രീതിക്ക് കൂടുതൽ ചെയ്യും. ഈ ഒരു ഹിപ്പിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10 റൗണ്ട് ഓടിയത്. 10 റൗണ്ട് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്തിനാണ് ഇങ്ങനെ റിക്കവറി റണ്ണും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോ റണ്ണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്പീഡ് വർക്കൗട്ട് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി മാത്രം ചെയ്യാൻ പാടില്ല. ഇടയിൽ ഇങ്ങനെ വീക്കിലി ഒരു 1-2 സെക്ഷൻസ് ഇതേപോലെ ലൈറ്റ് റണ്ണിങ്ങിന് വേണ്ടിയും കൂടി നമ്മൾ ടൈം കളയണം. ഓക്കെ, കാരണം അങ്ങനെ ചെയ്താൽ മാത്രം നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ റണ്ണിങ് കഴിഞ്ഞിട്ട് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളും ഡ്രിൽസും കാര്യങ്ങളും ഒന്നുമില്ല. നേരെ സ്ട്രെച്ചിങ് റൊട്ടീൻ നല്ല രീതിക്ക് തന്നെ സ്ട്രെച്ച് ചെയ്തു, ടൈം എടുത്ത് സ്ട്രെച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം വൈകിയത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് വരികയുണ്ടായി. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ടിലോട്ട് കടന്നു. വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തിയിട്ട് വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. വാമപ്പ് എപ്പോഴും ചെയ്യണ പോലെ നമ്മൾ കയ്യിലേക്കും ജോയിൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു വാമപ്പിനകത്ത്. പക്ഷെ അത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഒരു എക്സസൈസുകൾ പിന്നെയും ചെയ്തില്ല, കാരണം അത് ഓവറാവും. അപ്പോൾ ചെസ്റ്റ് അടിക്കാനുള്ള എനർജി കുറയണതുകൊണ്ട് പിന്നെ നമ്മളത് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വാമപ്പ് ചെയ്തു. ഇതാണ് വാമപ്പിന് ജസ്റ്റ് ഓടി. പിന്നെ ഞാൻ ആ പറഞ്ഞ സാധനങ്ങളും ചെയ്ത് പിന്നെ കുറച്ച് പുഷപ്സും കാര്യങ്ങളും ചെയ്തു വാമപ്പായിട്ട്. അപ്പോൾ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ചെയ്തു. ഫസ്റ്റ് എക്സസൈസ് ഡിക്ലൈൻഡ് പുഷപ്പാണ്. ഈ ഒരു സാധനം വളരെ എഫക്റ്റീവാണ്. നമ്മുടെ അപ്പർ ചെസ്റ്റ് നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആവും. അടിപൊളി എക്സസൈസാണ്. ഇതെൻ്റെ ഫേവറേറ്റ് എക്സസൈസും കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ബാഗിനകത്ത് ഒരു 7.5 kg വെയിറ്റ് ഇട്ടിട്ടാണ് ചെയ്യല്. നല്ല എഫക്റ്റീവാണ്, അടിപൊളി എക്സസൈസാണ്. പിന്നെ ജിമ്മിൽ പോകാൻ വഴിയില്ല, അങ്ങനെ എക്സ്ക്യൂസസ് ഒക്കെ പറയണവർക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ വെയിറ്റ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത എക്സസൈസ് നോർമൽ പുഷപ്പാണ്. പക്ഷെ അതിൽ ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് ഈ ഒരു പുഷപ്പ് ഞാൻ ചെയ്ത്. നല്ല എഫക്റ്റീവാണ്. നമ്മുടെ കൈയും ചെസ്റ്റും നല്ലോണം കുഴയെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഫുള്ള് കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ സ്റ്റാമിനയൊക്കെ പോയി എനിക്ക് പൊങ്ങാൻ പറ്റാത്ത അത്രയും നല്ല രീതിക്ക് ഒരു ബുദ്ധിമുട്ടാവണത്. കാരണം അത്ര എഫക്റ്റീവാണ് ഈ ഒരു സാധനം, ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ബാഗിൽ ഒരു 5 kg വെയിറ്റ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു എക്സസൈസ് ഞാനൊരു 10 റെപ്പിറ്റേഷനേ ചെയ്യുള്ളൂ. 10 റെപ്പിറ്റേഷൻ എത്തില്ല. എൻ്റെ 9ാമത്തെ റെപ്പിറ്റേഷൻ ആകുമ്പോഴത്തേനും എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോ. അടിപൊളി എക്സസൈസാണ്, ഭയങ്കര എഫക്റ്റീവാണ്, സൂപ്പർ സാധനമാണ്.
പിന്നെ ലാസ്റ്റ് റിപ്പീറ്റേഷനായി ഒട്ടും പറ്റാണ്ടായി. അപ്പോൾ ഞാൻ ചെയ്ത സംഭവമാണ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെയും അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു സംഭവം ഡംബൽ ഫ്ലൈസ് ആണ്. നമുക്ക് ജിമ്മിൽ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാം. ഇപ്പം ഇതാ വഴിയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഡിപ്സ് അടിച്ചു. ഡിപ്സ് അടിപൊളി എക്സസൈസ് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ, നല്ലൊരു എക്സസൈസ് ആണ്. എനിക്കും എൻ്റെ ഫേവറേറ്റ് എക്സസൈസും കൂടിയാണ് ഡിപ്സ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ട്രൈസെപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വർക്കൗട്ട്. അതിനുശേഷം നമ്മൾ എപ്പോഴത്തെയും പോലെ സ്ട്രെച്ചിങ്, ഞാൻ പറഞ്ഞു സ്ട്രെച്ചിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചിങ് വാമപ്പും ഇത് നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സ്ട്രെച്ചിങ് ആണ്. ഇത് ട്രൈസെപ്സിന് വേണ്ടിയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ചെയ്യും. ആ ഒരു എക്സസൈസ് ആണ് ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് ചെസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വാളിൽ കൈ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് തിരിയുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് വലിയും. ഓക്കെ, നല്ലൊരു സ്ട്രെച്ചാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ്, നോ എക്സ്ക്യൂസസ്, സ്റ്റേ ഡിസിപ്ലിൻ, ഡോണ്ട് ലൂസ് ഫോക്കസ്. See you tomorrow. Bye.